കൊല്ലം കൊട്ടാരക്കരയിൽ വാഹന അപകടത്തിൽ 3 മരണം, ഒരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സ്കൂൾ വിദ്യാർത്ഥി 15 വയസ്സുകാരൻ പാർത്ഥിബ്, നീലേശ്വരം സ്വദേശി ഹരിലാൽ, അജയൻ എന്നിവരാണ് മരിച്ചത്. നീലേശ്വരത്ത് ബസ് കാത്തുനിന്നവരുടെ മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നു. ടിപ്പർ ലോറി അമിത വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ലോറി ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനോജ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. മനോജ്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? ഈ മരിച്ചവരുടെ വിശദാംശങ്ങൾ ഒന്നുകൂടി പങ്കുവയ്ക്കാം. ഒപ്പം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ്? ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം അത് എത്രയാണ് മനോജ്? അശ്വതി, ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് മറ്റ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. അതായത് ഇവിടെ നിന്നും കൂടുതൽ മണ്ണ് നീക്കുകയാണ്. അതോടൊപ്പം ഈ സമീപത്തായുള്ള ഒരു മതിൽ കൂടെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതും ഈ അപകടത്തിൻ്റെ ഗുരുതരാവസ്ഥയ്ക്ക് കാരണമായി എന്നുള്ളതാണ്. ഇതിലിപ്പോൾ മരിച്ചിരിക്കുന്നത് കടലാവിള കാർമൽ സ്കൂളിലെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് 2 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിയുടെ പേര് പാർത്ഥിബാണ്, 15 വയസ്സുണ്ട്. അതോടൊപ്പം KSRTC ജീവനക്കാരനായിട്ടുള്ള 45-കാരൻ അജയൻ, കുടവട്ടൂർ ലക്ഷ്മി കോളേജിൽ ഹരിലാൽ 54 വയസ്സാണ്. ഈ 3 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ തന്നെ ചികിത്സയിലാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ ഒരുപാട് നാട്ടുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളൊരു വാഹനം കാണാം. ഈ വാഹനത്തിന്, അതായത് ഒരു ബുള്ളറ്റാണ്, ഈ ബുള്ളറ്റിന് മുകളിലിരുന്ന ഒരാൾ കൂടെ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം മരിച്ചതായാണ് വിവരം. എന്തായാലും ഇവിടേക്ക് കൂടുതൽ നാട്ടുകാർ എത്തിയിട്ടുണ്ട്. ഈ സംഭവം, അതായത് മുകളിൽ നിന്ന് വന്ന വണ്ടിയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഞാൻ കണ്ടില്ല. സാധാരണ എങ്ങനെ? ഞാനും വന്നേ ഉള്ളൂ. തീർച്ചയായും ഇവിടെ ഒരുപാട് പേർ, അതായത് ഈ സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ വീട്ടുകാർ, അതായത് തൊട്ടടുത്തുള്ള വീട്ടുകാരുണ്ട്. ഈ സംഭവം, അതിൻ്റെ ഞെട്ടൽ ഇതുവരെയും അവർക്ക് മാറിയിട്ടില്ല. നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ആയിരുന്നു ഈ ഒരു അപകടം നടക്കുന്നത്? അല്ലല്ല, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചുമോളുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ട്. അവൾ ട്യൂഷന് പോകാൻ വന്നേ, സ്പെൻസറിൽ ട്യൂഷന് പോകാൻ വന്നേ. സ്പെൻസറിലെ സാറിൻ്റെ വണ്ടിയാണ് ഇരിക്കുന്നത്. ആ വണ്ടിയുടെ പുറത്ത് ഒരാളിരുന്നപ്പോഴാണ് ഈ അപകടം. അവരൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. സാറിങ്ങനെ വളയാനായിട്ട് പോയ സമയത്താണ് ഇത് വന്ന് ഇടിച്ചതെന്ന് പറയുന്നു. വലിയ വണ്ടി വന്ന് മുകളിൽ നിന്ന് വന്നതാണ്? മോളിൽ നിന്ന് ഇറങ്ങി വന്നത്. മോളിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മോള് ആശുപത്രിയില്ല, ഗവൺമെൻറ് ആശുപത്രി. ഇല്ല ഇല്ല, അധികം പരിക്കില്ല. മിക്കവാറും ഉണ്ട്. ചെറിയ ചെറിയ അപകടങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഇത്രയും വലുതായിട്ട് വന്നിട്ടില്ല ഇതുവരെ. ഈ മണ്ണ് കയറ്റി വന്ന ലോറി വേഗതയിലായിരുന്നു എന്നാ അറിഞ്ഞത്? അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. തീർച്ചയായും. അതായത് ഈ ഇവിടെ ഒരു കൊച്ചുമകളുണ്ടായിരുന്നു. ആ കൊച്ചുമകൾ ഇവിടെ ഉണ്ടായിരുന്ന വിവരം അറിഞ്ഞിട്ടാണ് അമ്മയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഒരുപാട് പേര് ഇങ്ങനെ എത്തുന്നുണ്ട്. കാരണം രാവിലെ, അതായത് ഇതിന് മുമ്പായി ഒരു ബസ് ഇവിടെ വന്നു. അതിൽ കുറേയധികം കുട്ടികൾ കയറി സ്കൂളിലേക്ക് പോയി എന്നുള്ളതാണ്. അതിനുശേഷം ആണ് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നത്. അതായത് ആ ബസ് വരുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ വലിയ തരത്തിലേക്ക് അതിൻ്റെ വ്യാപ്തി കൂടിയനെ എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് സംഭവം അറിഞ്ഞുകൊണ്ട് എത്തുന്നു. അവരൊക്കെ തന്നെ പറയുന്നതും ഇത് തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു അപകടം നടക്കുന്ന ഇത്ര വലിയ അപകടങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ജനപ്രതിനിധികളൂടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്? വിവരം അറിഞ്ഞിട്ട് നമ്മളെ ഒരു ചാനലിൽ നിന്നാണ് വിളിച്ച് ചോദിക്കുന്നത് എന്താ സംഭവം. അപ്പോൾ തന്നെ നമ്മൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അപ്പോൾ തന്നെ എത്തി. ഇവിടെ കൂടുതലായി ഇത്തരത്തിൽ ടിപ്പർ ലോറികൾ പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ടിപ്പർ ലോറികളുടെ ഈ പറയുന്ന ഓവർലോഡ് കയറ്റിയുള്ളതും ഈ പറയുന്ന രാവിലെ ഈ സമയത്ത് ഒരു കാരണവശാലും ടിപ്പർ ലോറികൾ ഓടാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്ന സമയത്താണ് ഈ വണ്ടി അമിതമായ ലോഡ് കയറ്റി. അതിൻ്റെ ടയറൊന്നും ശരിക്കും നല്ല അവസ്ഥയിലായിരുന്നില്ല. ഇപ്പോൾ കണ്ടുകൊണ്ട് നിന്ന ഒരു കുഞ്ഞ് നമ്മളോട് പറഞ്ഞത് ഈ വണ്ടി ശരിക്കും ഇറങ്ങി ആ വളവ് വന്ന് കുഞ്ഞുങ്ങളുടെ മണ്ടയ്ക്കായിട്ടങ്ങ് മറിയുമായിരുന്നു ആ ലോറി. അതായിരുന്നു സാഹചര്യം. തീർച്ചയായും. എന്തായാലും ഇതിലൊക്കെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേണമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇവിടെ അമ്മമാരൊക്കെ ഇവിടെയുണ്ട്. ഈ തൊട്ടടുത്തുള്ളവരൊക്കെയാണ്. ഇവിടെ അടുത്തുള്ളവരാണോ? എന്തായാലും ഇവിടെ അമ്മമാരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ചത് ആ അമ്മയുടെ കൊച്ചുമകൾ ഇവിടേക്ക് എത്തിയിരുന്നു. കളക്ടർ പറഞ്ഞു 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്ഥലത്ത് മണ്ണെടുക്കുന്നതിന് പിന്നെ പ്രാദേശിക ഭരണകൂടത്തിന് പെർമിഷൻ കൊടുക്കാം. ഈ ഭരണകൂടം പെർമിഷൻ കൊടുത്തിട്ടില്ലെന്നാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ പറയുന്നത്. ഇതിൻ്റെ നേരത്തെ അത് പാസ് പരിശോധിക്കണം. അധികൃതമായിട്ട് മണ്ണെടുത്തെന്നാണ് ഇതുവരെയുള്ള കാഴ്ചപ്പാട്. ഇതുവരെയുള്ളതെന്ന് പറഞ്ഞാൽ കളക്ടർ ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയുള്ള രീതിയിലാണ് പോയത്. 2, ഈ വാഹനം
വാഹനത്തിൻ്റെ അമിത വേഗവും ഇല്ലെന്ന് പറയാൻ ഒക്കെയില്ല. കാരണം അതിൻ്റെ ഗവർണർ പരിശോധിച്ചാൽ മതി. എല്ലാ ഹെവി വെഹിക്കിൾസിനും സ്കൂൾ ബസ്സുകൾക്കും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് വേഗത നിയന്ത്രണ പൂട്ടെന്ന് പറഞ്ഞ ഒരു സാധനം. അതിൻ്റെ പേര് ഗവർണർ എന്നാണ്. ആ ഗവർണർ കട്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് 40 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ പാനൊക്കത്തില്ല. അതുകൊണ്ട് ഇത് ആത്യന്തികമായി ഒരു ക്രൈം ബിഫോർ ഇറ്റ്സ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്ലി ഗവൺമെൻറ്റിൻ്റെ ഒരു നയം അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ ഗവർണർ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ കട്ട് ചെയ്തിടുക എന്ന് പറയുമ്പോൾ അവർ പ്രിവിയസ്ലി തന്നെ ഒരു ക്രൈം ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിപ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് പരിശോധിക്കാൻ പറയാം. ഞാൻ കാണിക്കാം, അപ്പം തുറന്ന് കാണിക്കാം. ഞാനും ഒരു ഓട്ടോമൊബൈൽ ഡിപ്ലോമക്കാരൻ, എനിക്കറിയാം ഇത് കണ്ട പൊട്ടിച്ചോട്ടെ. ഇതാണ് ഇത് ഫസ്റ്റ് ഇത്. 2, ഈ സമയം ഈ രാവിലെ 8 മണി കഴിയുമ്പോൾ ഇത് ഓടിക്കരുതെന്നുള്ള നിയമമുണ്ടല്ലോ. അത് 8 മണി എന്നല്ല, ഈ രാവിലത്തെ പരിപാടികൾ നിർത്തണം. കാരണം നടക്കാൻ പോകുന്നവർക്ക് പോകാൻ പറ്റുന്നില്ല. 5 മണി തൊട്ട് റോഡിൽ പായുകയാണ്, 3 മണി തൊട്ട് 4 മണി തൊട്ട് പായുകയാണ് ഈ ടിപ്പർ ലോറികൾ. കേരളത്തിൻ്റെ അപകടത്തിൻ്റെ പെർസെൻറ്റേജ് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മോർ ദാൻ 70% അപകടങ്ങൾ ഉണ്ടായിരിക്കുന്ന ടിപ്പറിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഈ ടിപ്പറിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഇവിടുത്തെ എല്ലാ ഔദ്യോഗിക ഡിപ്പാർട്ട്മെൻറ്റുകൾ അതെല്ലാവരും അതിനകത്ത് ശ്രദ്ധ പാലിക്കണം. പിന്നെ ഈ ഗവർണർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവർക്കെതിരെ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യയുടെ കേസെടുക്കണം. തീർച്ചയായും എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഈ ടിപ്പർ ലോറി അതായത് അനധികൃതമായി മണ്ണെടുത്ത് വരുന്നതാണോ എന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വേഗത പരിശോധിക്കണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നതും ആ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെയും പറയുന്നത്. ഇവിടേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുമൊക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ മുൻവശം അത് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതായത് ഈ വാഹനം നേരെ വന്ന് മതിലിലേക്ക് ഇടിച്ചു എന്നുള്ളതും കൂടെ അറിയുന്നുണ്ട്. അതായത് ഇവിടെ ഇരുന്ന ഡ്രൈവറിൻ്റെ നിലയും ഇത്തരത്തിൽ പരിക്കുകളോടുകൂടി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമിത വേഗതയിലായിരുന്നോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. അതിന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളെല്ലാം തുടർന്ന് വരികയാണ്. ഇവിടെ ഈ മതിൽ പൊളിഞ്ഞ് കൂടുതൽ കല്ലുകളും അതോടൊപ്പം തന്നെ മണ്ണുകളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നീക്കിയുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരുന്നത്. ആലിയ എന്ന് പറയുന്ന ലോറിയാണ്. അതായത് ഈ ടിപ്പർ ലോറിയിൽ മണ്ണുണ്ടായിരുന്നു. മണ്ണ് കയറ്റി അതായത് ഒരു താഴ്ചയിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് നേരെ ഈ കുട്ടികൾ ഉള്ള സ്ഥലത്തേക്ക് ഇടിച്ച് കയറുന്നത്. തുടർന്ന് അവിടെ നിന്നും വാഹനം ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇതിനടിയിൽ പെട്ടുപോയതാണ് ഈ കുട്ടികളും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്നവരുമൊക്കെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന വേണം, അതിൽ കർശനമായിട്ടുള്ള നടപടി വേണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരൊക്കെയും ആവശ്യപ്പെടുന്നത്. കാരണം ഇത്തരത്തിൽ ഈ ടിപ്പർ ലോറികൾ രാവിലെ ഓടുമ്പോൾ അത് രാവിലെ റോഡിലേക്ക് നടക്കാൻ ഇറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളതൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ വാഹനവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയിലേക്ക് പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സാർ ഇതിൻ്റെ പരിശോധനാ നടപടികളൊക്കെ തുടരുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഇല്ല പരിശോധന ഇത് ഏപ്രിലിൽ CF കൊടുത്ത വണ്ടിയാണ്. വണ്ടിയുടെ ഭാഗത്തുനിന്ന് മെക്കാനിക്കലി പ്രശ്നമൊന്നും കാണുന്നില്ല. അലക്ഷ്യമായ ഡ്രൈവിംഗ് തന്നെയാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു ഇറക്കവും കൂടിയാണല്ലോ. ഇറക്കമാണ്. അയാൾ മൊബൈൽ ഉപയോഗിച്ചിരുന്നു എന്ന് ഇങ്ങനെ ദൃസാക്ഷികൾ പറയുന്നുണ്ട്. അത് പരിശോധിക്കുന്നുണ്ട്. വരുന്ന വാഹനമായിക്കൊണ്ട് ഇറക്കമൊക്കെ പതിയല്ലേ ഇറങ്ങാൻ പറ്റും. അതെ അതെ അതെ. പക്ഷേ അയാൾ ആ ബ്രേക്ക് ചെയ്ത മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വന്നിട്ട് സഡൻ ബ്രേക്ക് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കും. അപ്പോൾ കുട്ടികളടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാഹനം നിയന്ത്രിച്ച് ഒരിക്കലും അത്രയും വേഗതയിൽ എത്തിക്കഴിഞ്ഞാൽ നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല. ഇത്രയും ലോഡ് കയറിയ വാഹനമല്ലേ. തീർച്ചയായും അത് ഈ ഒരു സമയത്ത് ഇങ്ങനെ അതായത് 3 റോഡുകൾ വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ആ ഇറക്കമുള്ള ഒരു ഭാഗം അതുവഴിയാണ് ഈ വാഹനം ഇങ്ങനെ വന്നത്. എന്തായാലും വേഗത ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. സാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന തുടർന്ന് വരികയാണ്. അവർ പ്രാഥമികമായി പരിശോധിച്ചതിൽ ടെക്നിക്കലി വാഹനത്തിന് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഡ്രൈവറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ ഉണ്ടായതായാണ്
ലഭിക്കുന്ന വിവരം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കായിരിക്കും ഇനി പോവുക. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ഇവിടേക്ക് ഈ മണ്ണ് മാറ്റി ഇവിടെ നിന്നും ഈ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ നാട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഈ ലോറി നമുക്ക് കാണുമ്പോൾ അറിയാം സഡൻ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ ഇറക്കമുള്ള ഭാഗത്തെത്തി സഡൻ ബ്രേക്ക് ചെയ്തു. അതായത് പെട്ടെന്ന് അമിത വേഗതയിലെത്തിയ വാഹനം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിയന്ത്രണം നഷ്ടപ്പെടും. സ്വാഭാവികമായും അതിന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഈ കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്നവരുമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തേക്ക് ഈ വാഹനം ഇടിച്ചു മറിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും മതിൽ കൂടെ തകർത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഡ്രൈവറിനും പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളടക്കമുള്ളവർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം, അങ്ങനെ 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ 3 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ നാട്ടുകാരടക്കം ഇങ്ങോട്ടേക്ക് ഈ പ്രതിഷേധമുയർത്തുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ. വാഹനത്തിൻ്റെ പ്രാഥമികമായ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താണ് മനസ്സിലായതെന്ന് അദ്ദേഹം, അതായത് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെയുണ്ട്, അവർ തന്നെ നമ്മളോട് വ്യക്തമാക്കും. നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ വേഗതയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡ്രൈവർമാരുടെ അലക്ഷ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ വാഹനം കൈകാര്യം ചെയ്യുന്നതിലാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകാൻ കാരണം അലക്ഷ്യമായിട്ടുള്ള ഒരു ഈ ഡ്രൈവിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഫോൺ കൈവശം ഉണ്ടായിരുന്നു എന്നതുകൂടെ പരിശോധിച്ച് വരികയാണ്. അതായത് ഇദ്ദേഹം ഈ സമയത്ത് ഈ ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. ഇനി അതാണോ ഈ അപകടത്തിന് കാരണമായത് എന്നതുകൂടെയാണ് ഈ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ നാട്ടിലുള്ളതാണോ, ഇവിടെയുള്ളതാണോ? അല്ലല്ല, വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ വിവരം അറിഞ്ഞ് ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. മണ്ണും കല്ലുമൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ മതിലിൻ്റെ കല്ലുകളാണ്, അതോടൊപ്പം മണ്ണും ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും ഇതിനടിയിലാണ് ഇവരൊക്കെ പെട്ടുപോയത്. ആ ഭാഗത്തൊക്കെയാണ് കുട്ടികളൊക്കെ നിന്നത്. ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. നാട്ടുകാരൊക്കെ ഒന്നടങ്കം ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വിവരം കേട്ടറിഞ്ഞത്. അതിനുശേഷമാണ് ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമുക്ക് ഈ കല്ലുകളൊക്കെ കാണുമ്പോൾ ഈ കല്ലുകളൊക്കെയാണ് ഈ കുട്ടികളുടെ അടക്കം ശരീരത്തേക്ക് വന്ന് പതിക്കുന്നത്. ഈ വാഹനത്തിനടിയിലൊക്കെ ആയിപ്പോയവരാണ് ഈ കുട്ടികളടക്കമുള്ളവർ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ കർശനമായിട്ടുള്ള ഒരു നടപടി വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം. ഇത് ഇവിടെ മാത്രമല്ല, ഇത്തരത്തിൽ ടിപ്പർ അപകടങ്ങൾ ഉണ്ടാകുന്ന പലയിടത്തും ഈ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നും അതുള്ള അനാസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കൂടുതലായും അത് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടപടികളൊക്കെ പൂർത്തിയാക്കി ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതേസമയം തന്നെ ആശുപത്രികളിലുള്ള കുട്ടികളുടെ അവസ്ഥ, അതായത് 4 കുട്ടികളെ നിസ്സാര പരിക്കുകളോടുകൂടി തന്നെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ നില ഗുരുതരം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മരിച്ചതിൽ 3 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾ ട്യൂഷനും സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നതാണ്. അതിനു മുമ്പായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതിനു മുമ്പായി ചിന്നിച്ചിതറിയ ചെരുപ്പുകൾ, ബാഗുകൾ, പാത്രങ്ങൾ, അങ്ങനെ നമുക്ക് നെഞ്ചുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ഇടിയുടെ ആഘാതം ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ സ്ക്രീനിൽ തന്നെ കാണാം. ഒരു മതില് തവിട് പൊടിയാകുന്നു. ആദ്യം ഒരു ബൈക്കിലാണ് ഇടിച്ചത്. ആ ബൈക്ക് യാത്രികന്റെ നിലയും അതീവ ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പെടുന്നത്. ആ ബുള്ളറ്റിന്റെ അവസ്ഥയും അങ്ങേയറ്റം പരിതാപകരമാണ്. ഒപ്പം ഈ ടിപ്പർ ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു എന്നുള്ള നിലയിൽ തന്നെയാണ്. ഈ മണ്ണ് മൊത്തത്തിൽ മറിഞ്ഞ ഈ മണ്ണിനടിയിൽ ഇത്തരത്തിൽ ആൾക്കാർ കുടുങ്ങിക്കിടന്നൊരു സാഹചര്യം പോലും ഉടലെടുത്തു. എന്തായാലും മനോജ്, നമുക്കറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാട്ടുകാരോട് സംവദിച്ചപ്പോഴാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് മനസ്സിലായത്. ഒന്ന്, അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ടിപ്പർ ലോറി അനധികൃതമായി മണ്ണ് കയറ്റി വരികയായിരുന്നു. രണ്ടാമത്തത്, ഈ ലോറി അല്ലെങ്കിൽ ഈ ടിപ്പർ അമിത വേഗതയിലായിരുന്നു സഞ്ചരിച്ചത്. മൂന്നാമത്, ഈ ഡ്രൈവർ അലക്ഷ്യമായി വാഹനം ഓടിച്ചു, കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയത്. ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിൻ്റെ തലം, ആ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് വലുതല്ലേ? കാരണം ഇതൊരു അപകടം എന്നതിലുപരി വലിയൊരു അനധികൃതമായ ഇടപെടൽ അല്ലെങ്കിൽ അനധികൃതമായ മണ്ണ് കടത്തിക്കൊണ്ടുവരുന്നു, അമിത വേഗതയിലെത്തുന്നു. ഇതൊന്നും നിയന്ത്രിക്കാൻ
അവിടെ യാതൊരുവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കണം. അപ്പം നാട്ടുകാർ പറയുന്നുണ്ടല്ലോ, സ്ഥിരം ഇത്തരത്തിൽ അപകടങ്ങൾ നടക്കുന്നത് പതിവാണ്, പക്ഷേ അത് ചെറിയ ചെറിയ അപകടങ്ങളാണെന്ന്. അപ്പോൾ ഈ ചെറിയ ചെറിയ അപകടങ്ങൾ കണ്ടിട്ടും കണ്ണടച്ച അധികൃതർക്കെതിരെ ഒരു നടപടി വേണേ? ബന്ധപ്പെട്ട മന്ത്രി എന്തെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ മനോജ്? ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ പറയുന്ന വിവരം, അതായത് ഈ പ്രാഥമികമായി പരിശോധിച്ചതിൽ നിന്ന് ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ മണ്ണ് കയറ്റി വന്നത് അനധികൃതമായാണോ എന്നുള്ള കാര്യം, അത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചിലരൊക്കെ ആരോപിക്കുന്നത് അനധികൃതമായി മണ്ണ് കയറ്റി വരുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇതിൽ കൂടുതൽ പരിശോധന നടത്തുകയാണ് വാഹനത്തിൽ. അതായത് ഈ വാഹനം ഓടിച്ച ഡ്രൈവർ ഇരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. ഈ ഡോറ് മുഴുവനും, അതായത് മുൻഭാഗം മുഴുവനും ഇടിച്ച് തകർന്ന നിലയിലാണ്. അത് തുറന്നുകൊണ്ട് അതിൻ്റെ വേഗതയടക്കം പരിശോധിക്കുന്ന ഒരു നടപടിയിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വണ്ടി സഡൻ ബ്രേക്ക് ചെയ്തതിന് കാരണം അത്രയധികം വേഗതയിലായിരുന്നത് കൊണ്ടാവണം അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പിന്നീട് ഈ അപകടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി വിവരങ്ങൾ വ്യക്തമാണ്. നമുക്ക് ഈ വാർത്തയിലേക്ക് വീണ്ടും മടങ്ങി വരേണ്ടതുണ്ട്. എന്നാലും ഈ വേഗനിയന്ത്രണ പൂട്ടൊക്കെ പൊളിച്ചുകൊണ്ടാണ് ഈ കൊലയാളി ടിപ്പർ ഇന്ന് രാവിലെ ഒരുപാട് പ്രതീക്ഷകളുമായി കാത്തുനിന്ന ഒരു ജനതയ്ക്കിടയിലേക്ക് ഇടിച്ചു കയറിയത്. അമിത വേഗതയിലെത്തി, ഫോൺ ഉപയോഗിച്ചു, ഒപ്പം മറ്റൊരുപാട് ആരോപണങ്ങൾ, അനധികൃതമായി മണ്ണ് കയറ്റി വന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെയാണ് നമുക്കിപ്പോൾ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. സ്ഥിരം അപകടം പതിവായൊരു മേഖല കൂടിയാണ് ഈ കൊട്ടാരക്കര നീലേശ്വരം റോഡ്. അവിടെയാണ് ഇപ്പോൾ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. 3 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മറ്റൊരുപാട് പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ആദ്യം ഈ ടിപ്പർ ലോറി ഒരു ബുള്ളറ്റിലിടിക്കുന്നു, നിയന്ത്രണം നഷ്ടമാകുന്നു. ആ ബുള്ളറ്റ് ഓട്ടിച്ച ആ ഡ്രൈവറുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. പിന്നീട് മതിലിടിക്കുന്നു, മതിൽ തകർന്ന് തരിപ്പണമാകുന്നു. പിന്നീട് ആ ബസ് കാത്തുനിന്ന ആ ജനങ്ങൾക്കിടയിലേക്ക് ഈ ടിപ്പർ ലോറി മറിയുകയായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ മനോജ് പങ്കുവെക്കുന്നത്.